ചൈതന്യം ശാശ്വതം ശാന്തം വ്യോമാതീതം നിരഞ്ജനം നാദബിന്ദുകലാതീതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവ പാദങ്ങളിൽ പ്രണാമം. എല്ലാ സജ്ജന സുഹൃതികൾക്കും നമസ്തേ. എൻ്റെ പേര് സൗമ്യ ഷിജു കല്ലുമട. നാം ശ്രീനാരായണീയരുടെ പ്രധാനുഷ്ഠാന കാലമാണ് ചിങ്ങം 1 മുതൽ കന്നി 9 വരെയുള്ള ദിവസങ്ങൾ. ഈ കാലയളവിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലും ശാഖായോഗങ്ങളിലുമൊക്കെ സത്സംഗങ്ങളും പ്രഭാഷണ പരമ്പരകളുമൊക്കെ നടത്തി വരാറുണ്ട്. അല്പം കൂടെ വ്യത്യസ്തമായ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് കോട്ടയം യൂണിയൻ സമിതിയും സൈബർ സേനയും ചേർന്ന് ഗുരുവിജ്ഞാന സന്ധ്യ പ്രഭാഷണ പരമ്പര നടത്തി വരികയാണ്. സോഷ്യൽ മീഡിയയുടെ സംവിധാനങ്ങളെ ചേർത്തിണക്കി ഇങ്ങനൊരു പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച സൈബർ സേനയുടെ ഈ ഉദ്യമത്തെ വളരെയധികം പ്രശംസനീയമാണ്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ അവസരം ലഭിച്ചതുകൊണ്ട് ഞാനും ധന്യയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഗുരുദേവ കൃതിയും ഭാരതീയ തത്വശാസ്ത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും കുറച്ച് കാര്യങ്ങൾ ഗുരുവിൻ്റെ വേദാന്ത കൃതികളെ പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശകാലോ ബഹുവശ്യ വിജ്ഞാഹ യത് സാരഭൂതം തതുപാസിതവ്യം ഹംസോ യഥാക്ഷീരം ഇവാംബുമിശ്രം. നീതിസാരത്തിലെ ഒരു ശ്ലോകമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. നമ്മുടെ ഈ ലോകത്തിൽ അനന്തമായ ശാസ്ത്രങ്ങളുണ്ട്. പല തരത്തിലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അല്പശകാലോ ബഹുവശ്യ വിജ്ഞാഹ. അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് അല്പം ആയുസ് മാത്രമേ ഉള്ളൂ. യത് സാരഭൂതം തത് ഉപാസിതവ്യം ഹംസോ യഥാക്ഷീരം ഇവാംബുമിശ്രം. അത് മനസ്സിലാക്കിയെടുക്കുവാൻ ഹംസത്തിന്റെ മുമ്പിൽ പാലും വെള്ളവും എന്ന മിശ്രിതം വെച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണോ അതിൽ നിന്ന് പാലും വെള്ളവും എന്ന മിശ്രിതത്തിൽ നിന്ന് അതിനാവശ്യമുള്ള പാല് സ്വീകരിക്കുന്നത്, അതുപോലെ നാം ഇവയെ സമീപിക്കുക എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് നീതിസാരം പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഭാരതത്തിൽ നിരവധി ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. മഹാഭാഗവതം, പുരാണങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ എന്നിവ, ഭഗവത്ഗീത, മതഗ്രന്ഥങ്ങൾ, ബൈബിൾ, ഖുറാൻ, അങ്ങനെ ഒട്ടനവധി മതഗ്രന്ഥങ്ങളും ശാസ്ത്രഗ്രന്ഥങ്ങളും ഒക്കെ നമ്മുടെ ഈ ഭാരതത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചെടുക്കുവാൻ നമ്മുടെ ഈ അല്പമായ ആയുസ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ആയുസ് നമ്മൾ കണക്കാക്കിയാൽ ഒരു 100 വർഷക്കാലം അല്ലേ. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെയും പറയാൻ പറ്റുമല്ലോ. ഒരു 65-70 വയസ്സ് കടന്നു കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ ഈ അല്പകാലം കൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഈ അറിവുകളെയൊക്കെ സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നാം എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചെടുക്കുക? അതിന് ഒരു പുരാണങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പക്ഷിയാണ് ഹംസം. ആ ഹംസത്തെ നമ്മുടെ മുന്നിൽ ഉപമയായി വെച്ചുകൊണ്ട് ഹംസത്തിൻ്റെ മുമ്പിൽ ക്ഷീരവും പാലും എന്ന മിശ്രിതം വെച്ചു കൊടുത്താൽ അതിന് ആവശ്യമുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനാവശ്യമുള്ള ക്ഷീരത്തെ അത് സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ മുന്നിൽ നിരവധിയായി കിടക്കുന്ന ഈ ഗ്രന്ഥ സമുച്ചയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതിന് മനസ്സിലാക്കി നാം സ്വീകരിക്കുക എന്നാണ് ഈ നീതിസാരം എന്ന ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് എന്താണ് നമ്മെ തന്നെ ഉള്ള ആ ഒരു അവബോധം, നാം ആര്, നമ്മുടെ ജന്മത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ള ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ജന്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് വേണ്ടതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ജീവകോടിയിൽ അനേകം ജീവജാലങ്ങളുണ്ട് അല്ലേ. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മനുഷ്യൻ.
ശ്രീനാരായണ ധർമ്മത്തിൽ തൃപാദങ്ങൾ പറയുന്നുണ്ട് മനുഷ്യജന്മത്തിന്റെ മഹത്വം. ദ്വിവിധം ജഗതോ ഭാതി ചരാചര വിഭാഗത ചരാണാം മാനവശ്രേഷ്ഠ വിശേഷ ജ്ഞാനയോഗത. ജഗത്തില് 2 തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് എന്നാ പറയുന്നത്. ചരിക്കുന്നതും ചരിക്കാത്തവയും. ഈ ചരിക്കുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യൻ, പശു, പക്ഷിമൃഗാദികൾ, പ്രാണിവർഗങ്ങൾ ഇവയൊക്കെയും ചലിക്കുന്ന ജീവജാലങ്ങളിൽ പെടുന്നവയാണ്. ചലിക്കാത്തവയാണ് വൃക്ഷലതാദികളൊക്കെ. അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? ചരാണാം മാനവശ്രേഷ്ഠ. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? ചലിക്കുന്ന ഗണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? അത് മനുഷ്യനാണ്. ചരാണാം മാനവശ്രേഷ്ഠ. അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വിശേഷ ജ്ഞാനയോഗത. കാരണം മനുഷ്യന് മാത്രമേ ഉള്ളൂ വിശേഷ ജ്ഞാനമുള്ളൂ. ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലാക്കി ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ദേവന്മാർ പോലും പുരാണങ്ങളിൽ പറയുന്നുണ്ട് മുക്തി ലഭിക്കണമെങ്കിൽ മനുഷ്യനായി ജനിക്കണമെന്ന്. നമുക്കറിയാം, പുരാണ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ. ശാപങ്ങളൊക്കെ കിട്ടി, ഇത്ര സംവത്സരം നീ എവിടെ പോയി എങ്ങനെ ജീവിക്കാനാണ് ശപിച്ചു വിടുന്നത്? ഭൂമിയിൽ പോയി മനുഷ്യനായിട്ട് ഇത്ര സംവത്സരം ജീവിച്ച് ശാപമോക്ഷം നേടി മുക്തി നേടി നീ വീണ്ടും തിരികെ വരിക എന്നാ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ കഥകളിൽ കേട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അപ്പം അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ മഹത്വത്തെ നമ്മൾ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടതെന്ന് നമുക്ക് കിട്ടുന്ന ആ വിശേഷ ജ്ഞാനത്തിലൂടെ നാം മനസ്സിലാക്കണം. അപ്പം സാധാരണ ഒരു അറിവ് കൊണ്ട് നമുക്ക് അത് സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, തൃപാദങ്ങൾ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അത് എങ്ങനെയായിരിക്കണമെന്ന്, എങ്ങനെയാണ് നമ്മൾ ആ അറിവിനെ സ്വീകരിക്കേണ്ടതെന്ന്. അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുച്ചൊലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണു മണങ്ങിയോതിടേണം. അവിടെ അറിവ് ഉണ്ട്, ഏറിയ അറിവുണ്ട്. അപ്പം ആ ഏറിയ അറിവ് എന്താണ്, അറിവ് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അറിവ് എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിശേഷ ജ്ഞാനമാണ് അറിവ്. ഈ വിശേഷ ജ്ഞാനത്തിനും അപ്പുറം ഒരറിവുണ്ട്, അതാണ് ഏറിയ അറിവ്, അതാണ് തിരിച്ചറിവ്. അതാണ് നമ്മുടെ ജീവിതത്തിന് നമുക്ക് ആവശ്യം. ഈ അറിവ് കൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് ആർക്കും അറിവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. എല്ലാവർക്കും അറിവുള്ളവർ തന്നെയാണ്. പക്ഷേ ആ ഏറിയ അറിവ് ഉണ്ടോ? ഇല്ല. കാരണം ഭൗതിക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അറിവ് സമ്പാദിച്ചിട്ടുണ്ട്. അക്കാഡമിക്കൽ തലത്തിൽ ഇന്ന് വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ആരും തന്നെയില്ല. വളരെ അപൂർവമെന്നേ പറയാൻ പറ്റൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ അറിവില്ലാത്തവരില്ല. പക്ഷേ ആ അറിവ് കൊണ്ട് ഗുരു നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ആ ജ്ഞാനം, ആ ആത്മീയമായ ജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ആ അറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ, ഭൗതിക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? തിരിച്ചറിവാണ്. ഒരു അമ്മയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അറിവാണ്. പക്ഷേ ആ അമ്മയെ സംരക്ഷിക്കണം എന്നുള്ള അത് സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നതിനും അപ്പുറം അമ്മയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ രീതിയിലേക്ക് നമ്മുടെ അറിവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അതിന് ഏറിയ അറിവ് വേണം.
തന്നുരുവിലും ഒത്തു പുറത്ത് മുജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങണം. അങ്ങനെ നമുക്ക് ആ ഏറിയ അറിവ് കിട്ടണമെങ്കിൽ തൻ്റെ ഉള്ളിലും പുറത്ത് ഉജ്ജ്വലിക്കുന്ന ഒരേ പ്രകാശമാണ്, ഒരേ ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കരുവിനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളടക്കി, പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതാൻ നമുക്ക് സാധിക്കണം. ഭഗവത്ഗീതകാരൻ നമ്മോട് പറയുന്നുണ്ട്, യഥാ സംഹരതേ ചായം കൂർമോ അംഘാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥഭ്യസ്തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിതാന്ന്. അതായത് ആമ തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക്, ശരീരാവയവങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കുന്നത് പോലെ നമ്മുടെ വിഷയങ്ങളിൽ വ്യാപരിച്ച് കിടക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഉള്ളിൽ ഒതുക്കി നിർത്താൻ, നമ്മുടെ മനസ്സിനെ ഒതുക്കി നിർത്താൻ നമുക്ക് സാധിക്കണം. അതാണ് കണ്ണുകൾ 5 ഉള്ളടക്കാൻ തൃപ്പാദങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങളിൽ വ്യാപരിച്ച് നിൽക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഒതുക്കി നിർത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കരുവിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ബുദ്ധിയെ നമുക്ക് ആ കരുവിനെ നമുക്ക് ബുദ്ധിയിൽ പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എന്നിട്ട് നിരന്തരം നാം എന്താണ് ഓതിടേണം, തെരുതെരെ വീണ് വണങ്ങി ഓതിടേണമെന്നാണ് പറയുന്നത്. അപ്പം എന്നിട്ട് തെരുതെരെ, അതായത് ധാരമുറിയാതെ വേണം നാം ആ കരുവിനെ പ്രാർത്ഥിക്കുവാൻ. അല്ലെന്നുണ്ടെങ്കിലോ നമ്മൾ രാവിലെ ഒരു രോഗം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്ന് പറയുന്ന ആ രീതിക്ക് പ്രാർത്ഥിക്കുവാനാണ്, ആ കരുവിനെ ഓതാനാണോ ഗുരു പറയുന്നത്? അല്ല, തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ യഥാർത്ഥ ആത്മജ്ഞാനത്തെ, സത്യത്തെ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നമുക്ക് സാധിക്കുന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് ഇതിന് സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും ഗുരു പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണരുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഇണ ചേരുക, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിത രീതി. മനുഷ്യന് സുഖം മതി അല്ലേ? ആ സുഖഭോഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ ആർക്കും മടിയില്ല. പക്ഷേ ഈശ്വരന് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേർക്ക് സാധിക്കും? അതല്പം ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ജന്മം എന്ന് പറയുന്നത് ഇങ്ങനെ ഉറങ്ങുക, ഉണരുക, ഭക്ഷണം കഴിക്കുക, ഇണ ചേരുക, അതിനു വേണ്ടിയുള്ളതല്ല, അതിനുവേണ്ടി മാത്രമുള്ളതല്ല. ഇത് മൃഗങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് മൃഗങ്ങളാണ്. കാരണം എന്തുകൊണ്ടാണ്? മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശ്രീനാരായണ ധർമ്മത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? മനുഷ്യന് മാത്രമേ ഉള്ളൂ വിശേഷജ്ഞാനമുള്ളൂ എന്ന്. അപ്പോൾ ആ വിശേഷജ്ഞാനം ഉള്ളത് കൊണ്ട് നമുക്ക് വേണ്ടത് ഇതല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. മൃഗമെന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഇണ ചേരുക, അവർക്ക് ഉറങ്ങുക, ഉണരുക, അവർക്ക് വേണ്ട ഇരയെ പിടിച്ച് അവരുടെ ഭക്ഷണം, അതിന് വേണ്ട ഇരയെ പിടിക്കുക, പിന്നെ വീണ്ടും ഇണ ചേരുക, ഉറങ്ങുക, ഈ ഒരു ദിനചര്യയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ മനുഷ്യനെന്ന് പറയുന്നത് അതല്ല, അവർക്ക് വിശേഷ ജ്ഞാനമുണ്ട്. ആ വിശേഷ ജ്ഞാനത്തെയാണ് നാം ഉണർത്തിയെടുക്കേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ആ ഇന്ദ്രിയങ്ങളെയൊക്കെ നമുക്ക് അടക്കി നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് തനിയെ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യജന്മം ലഭിക്കുന്ന വ്യക്തി ജീവിത സത്യം കണ്ടുണരണം. പിന്നീട് ഒരിക്കലും അജ്ഞാത നിദ്രയിൽ അകപ്പെട്ടു പോകരുത്. അപ്പം ഇതിന് നമുക്ക് സാധിച്ചില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ സത്യത്തെ നമുക്ക് തനിയെ കണ്ടെത്താൻ, ആ സത്യത്തിലേക്ക് നമുക്ക് തനിയെ നടന്നെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തൃപ്പാദങ്ങൾ ആത്മോപദേശ ശതകത്തിലെ ശ്ലോകത്തിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം. അറിവായി ഇതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു വിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം. അപ്പം ഉറങ്ങിടാതിരുന്നിടുക എന്ന് പറഞ്ഞാൽ ഉറക്കം ഉപേക്ഷിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പം നമ്മൾ കണ്ണിലെണ്ണ ഒഴിച്ച പോലെ ആ ഈശ്വരനെ എപ്പോഴാണ് നമുക്ക് ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അതിന് നമ്മൾ നിരന്തരമായിട്ട്, ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് എങ്ങനെയാണ്, എങ്ങനെ തിരുതരെ വീണ് വണങ്ങി ഓതിടണമെന്നാണ് പറയുന്നത്. അതുപോലെ നിരന്തരമായിട്ട് നമ്മൾ ആ വണങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല അവിടെ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ നിരന്തരമായിട്ട് ഈശ്വരജ്ഞാനം അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഈശ്വര പൂജയായി കണ്ടുകൊണ്ട് ചെയ്ത് ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതിന് തനിയെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓംകാരപ്പൊരുളായ സത്യത്തെ കണ്ടറിഞ്ഞ് സംസാരമോചനം നേടിയ മുനിമാരുണ്ട്. അവരുടെ പാദശുശ്രൂഷ ചെയ്ത് ജീവിതം ധന്യമാക്കണമെന്നാണ് പറയുന്നത്. അതാണ് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാണ മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണമെന്ന് പറയുന്നത്. അപ്പോൾ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ മുനിശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശമാണിത്. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞുവാണ മുനിശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ വേണ്ട വിധത്തിൽ ഇന്നും മനസ്സിലാക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് ഗുരു പലതാണ്. ചിലർക്ക് സത്യം കണ്ട മുനി, മതസമന്വയൻ, ജാതി നിഷേധകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, അന്ധവിശ്വാസ ധ്വംസകൻ എന്നീ രീതിയിലാണ് അവർ ഗുരുവിനെ വിലയിരുത്തുന്നത്. പക്ഷേ പലപ്പോഴും ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം വിശേഷിപ്പിക്കുന്ന വിലയിരുത്തലുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം മനസ്സിലാക്കണം, ഒരു മഹാന്റെ ജീവിതത്തെ നാം നോക്കിക്കാണുമ്പോൾ ആ ജീവിതത്തിൻ്റെ മഹത്വം സ്ഥാപിച്ചെടുക്കുവാനല്ല നാം ശ്രമിക്കേണ്ടത്. ആ ജീവിതത്തിലൂടെ മാനവരാശിക്ക് എന്താണ് ഉപകരിക്കുന്നതെന്ന് പഠിക്കുവാൻ കൂടിയാണ് നാം ശ്രമിക്കേണ്ടത്. ഈ ജീവിതത്തിലും സന്ദേശങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മാഹാത്മ്യമേറിയ സാമാന്യ തത്വം എന്താണ് എന്ന് നാം പഠിക്കണം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ജീവിതത്തിലും സന്ദേശങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മാഹാത്മ്യമേറിയ തത്വം എന്താണ്? അത് സത്യസ്വരൂപമാണ്, അല്ലേ? സത്യദർശനമാണ്. ഇത് മനസ്സിലാക്കാതെ ഗുരുവിനെ പഠിക്കുവാൻ ശ്രമിച്ചാൽ എങ്ങനെ ഗുരുവിനെ അവർക്ക് ആഴത്തിൽ അറിയുവാൻ സാധിക്കും? സൂര്യനെ പ്രകാശത്തെ മാറ്റി നിർത്തി സൂര്യനെ പഠിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ അർത്ഥശൂന്യമെന്ന് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളവരെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിത സത്യം കണ്ടെത്തിയവർ മുക്തനാകും, അസത്യത്തെ ആശ്രയിക്കുന്നവർ ബന്ധനാകും. ഇത് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്ന അലംഘനീയ നിയമമാണ്. അങ്ങനെയെങ്കിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജീവിത സത്യം കണ്ടെത്തിയോ? അങ്ങനെ തൃപ്പാദങ്ങൾ കണ്ടെത്തിയ ആ സത്യത്തിൻ്റെ സ്വരൂപം എന്താണ്? അതിന് നമുക്ക് ദിവ്യങ്ങളായ ഗുരുദേവ കൃതികളെ സമീപിക്കണം. അതിൽ തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്, കോടി സൂര്യതുല്യം സത്യം കണ്ടെത്തി. എങ്ങനെ? ഒരു 10,000 ആതിഥേയരൊന്നായി വരുന്നത് പോലെ സത്യം തെളിഞ്ഞു എന്ന്. അപ്പോൾ എന്താണ് ഗുരു കണ്ടെത്തിയ ആ സത്യത്തിൻ്റെ സ്വരൂപം? ദൈവദശകം എന്ന പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് തൃപ്പാദങ്ങൾ അത് പറഞ്ഞു തരുന്നുണ്ട്. നീ സത്യം, ജ്ഞാനം, ആനന്ദമെന്ന്. അപ്പോൾ ഗുരു കണ്ടെത്തിയ സ്വരൂപത്തിൻ്റെ
സ്വരൂപം എന്താണ്? അത് നീ സത്യം, ജ്ഞാനം, ആനന്ദമെന്ന്. സത്യം എന്താണ്? ഉണ്മയാണ്. ഉണ്മ ബോധമാണ്. ബോധം ജ്ഞാനമാണ്. നീ സത്യം, ജ്ഞാനം, ആനന്ദം. ജ്ഞാനമാണ് ആനന്ദം. ജ്ഞാനം പ്രകാശമാണ്. പ്രകാശം ഐശ്വര്യമാണ്. ഐശ്വര്യം ഈശ്വരനാണ്. ഈശ്വരൻ ഗുരുവാണ്. ഗുരു ജ്ഞാനമാണ്. ജ്ഞാനം ആനന്ദാനുഭൂതിദായകമായി അനുഭവിച്ചറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ വിജ്ഞാനിയല്ല, ജ്ഞാനിയുമല്ല, ജ്ഞാനം തന്നെയാണ്. ഒരു ജ്ഞാനി എന്ന് പറയുമ്പോൾ 2 തലങ്ങളുണ്ട്. ജ്ഞാനം അനുഭവിക്കുന്ന വ്യക്തി. ഒരു ജ്ഞാനിയുടെ ഭൗതിക ദേഹം ആകുന്നതോടുകൂടി ആ വ്യക്തിയിലുള്ള ജ്ഞാനവും നശിക്കുന്നു. പക്ഷേ ഒരു ജ്ഞാനി ജ്ഞാനമായി തീർന്നാൽ ആ ഭൗതിക ദേഹം നശിക്കുന്നതോടൊപ്പം ആ ജ്ഞാനം നശിക്കുന്നില്ല. ഇതാണ് അദ്വൈത സത്യം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഗദ്യപ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്: നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതെ, നീ സത്യം, ജ്ഞാനം, ആനന്ദം. ആനന്ദാനുഭൂതിദായകമായ ആത്മദർശനത്തിലൂടെ അറിവിൻ്റെ അരവിന്ദമിടർത്തി ജ്ഞാനലീലയാടിയ ജ്ഞാനസൂര്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ വിജ്ഞാനിയല്ല, ജ്ഞാനിയുമല്ല, ജ്ഞാനം തന്നെയാണ്. ഗുരുവിൻ്റെ ദർശനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഗുരുദേവ കൃതികളെ ആഴത്തിൽ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ. അതിലൂടെ നമ്മുടെ വരുന്ന തലമുറകൾക്ക് നല്ല സന്ദേശങ്ങൾ നൽകി നല്ല ഗുരുധർമ്മ പ്രചാരകരായി മാറാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജ്ഞാനസൂര്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്തേ. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.